പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തിയുടെ മുമ്പിലാണ് നമുക്ക്. ഈശോയുടെ വചനം നമ്മയൊക്കെ പ്രകാശിപ്പിക്കട്ടെ. ഈശോയുടെ വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ്, ഈശോയിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ പ്രകാശിതരാകുന്നത്. അവരാരും ലജ്ജിതരായും അടങ്ങുകയില്ല. അതിന് സ്നേഹമുള്ളവരെ, ഈശോയുടെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ഓരോ സമയവും ഏറ്റവും വിലപ്പെട്ടതാണ്. അതാണല്ലോ മറിയയോട് കർത്താവ് മനസ്സിലാക്കി കൊടുത്തത്. നീ എൻ്റെ പാദത്തിൻ്റെ അടുത്ത് വന്ന് നീ ഇരിക്കുന്നത് വിലപ്പെട്ട സമയമാണ്. മർത്ത ഒരുപാട് കാര്യങ്ങളിൽ ഉത്കണ്ഠപ്പെടുന്നുണ്ട്. പക്ഷേ അതേലും വലിയ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ പാദാന്തികത്തിലിരുന്നു കൊണ്ട് നീ വചനം പഠിക്കുന്നുണ്ടല്ലോ, വചനം മനസ്സിലാക്കുന്നുണ്ടല്ലോ, ജീവൻ്റെ മാർഗങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അതാണ് ഏറ്റവും വലുത് എന്ന് കർത്താവ് പറയുകയാണ്. സ്നേഹമുള്ളവരെ, നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് തന്നെയാണ്. ജീവൻ്റെ മാർഗം അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ജീവനിലേക്കാണ് പ്രവേശിക്കേണ്ടത്, നമ്മൾ മരണത്തിലേക്കല്ല പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ ജീവൻ നമ്മിലേക്ക് കടന്നു വരുവാനായിട്ട് നിത്യജീവൻ്റെ വാക്കുകൾ അത് നമ്മൾ ശ്രദ്ധിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് പഠിക്കുവാൻ ഒക്കെ നമുക്ക് തയ്യാറാകണം. അതിനായിട്ട് ഗുഡ്നസ് ടിവി ഒരുക്കുന്ന ഈ വചനവിരുന്നിനായിട്ട് ഈശോയ്ക്ക് നമുക്ക് നന്ദിയോടെ ഈശോയ്ക്ക് നമുക്ക് സ്തുതികൾ പറയാം. സ്നേഹമുള്ളവർ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം ഇതാണ്: നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സങ്കീർത്തനം 51:10 ദാവീദ് ഇത് പറഞ്ഞിരിക്കുന്നത്. അനുതാപത്തിൻ്റെ സങ്കീർത്തനം എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ദാവീദ് നമുക്കറിയാം, ഒരു വലിയ പാപം ചെയ്തു. ആ പാപത്തിന് ശേഷം അനുതപിച്ച് ഉപവസിച്ച് ചാക്കൊടുത്ത് കണ്ണീരോടുകൂടെ അത് പാടുകയാണ്, ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, ഒരു നവചൈതന്യം വീണ്ടും എനിക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. കാരണം ദാവീദിന് വ്യക്തമായിട്ട് ദാവീദിനറിയാം, പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് ദാവീദ് എല്ലാ കാര്യങ്ങളിലും വിജയിച്ചു നിന്നത്. ശത്രുക്കൾ അകത്തുനിന്നും പുറത്തുനിന്നും ശത്രുക്കൾ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ദാവീദ് വിജയിച്ചത് പരിശുദ്ധാത്മാവ് ദാവീദിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ കാറ്റ് കളഞ്ഞ ഒരു ബലൂണെ പോലെ ആകുമായിരുന്നു. അത് വ്യക്തമായിട്ട് അറിയാവുന്ന ദാവീദ് പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. നമ്മുടെ ഹൃദയം നിർമ്മലമായിരുന്നാൽ ആ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ നമ്മൾ നിർമ്മലമായ ഹൃദയത്തിനു വേണ്ടി നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദാഹിക്കുന്നവരാകണം. വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമ്മൾ കൂടുതൽ നമ്മൾ ദാഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദാഹമുണ്ടെങ്കിൽ കർത്താവ് ജലം തരുമെന്ന്. ദാഹിക്കുമ്പോൾ അവിടുന്ന് ജലം തരും, പരിശുദ്ധാത്മാവിന് നമുക്ക് തരും. നമുക്ക് ദാഹം വേണം, നമുക്ക് കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം, ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം എന്ന ദാഹം നമ്മിലേക്ക് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കുന്ന ജോലിയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധിയിലാക്കുന്നു. എന്തിനാണ് വിശുദ്ധിയിലാക്കുന്നത്? വിശുദ്ധിയിലാക്കുന്നത് ഇപ്രകാരമാണ്. നമുക്കറിയാവുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:8 പറയുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശുദ്ധിയുള്ളവർ
ദൈവത്തെ കാണും. ദൈവത്തെ കാണാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധി ഉള്ളത് കൊണ്ടാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12:14 പറയുന്നുണ്ട്. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ആ വിശുദ്ധി നമ്മിലേക്ക് പകർന്നു തരികയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദാഹിക്കണം. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് കടന്നു വരുവാനുള്ള ഈശോയെ അതിനുള്ള ഒരു അവസരം നീ സംജാതമാക്കണമേ എന്ന് നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മിലേക്ക് നിർമ്മലമായ ഹൃദയം നമ്മിൽ സൃഷ്ടിക്കപ്പെടും. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ 10 മാസം കൊണ്ടോ അല്ല. എന്നാൽ ഇതൊരു പ്രക്രിയയാണ്. വിശുദ്ധീകരണം എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. ഇത് നമ്മൾ അനുദിനം നമ്മൾ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അനുദിനം നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അവസാനം വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ അവനെപ്പോലെ യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. തൻ്റെ പുത്രനെ പോലെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് അങ്ങനെ ആ അവസ്ഥയിലേക്ക് നമ്മളായിത്തീരുക. നമ്മുടെ പോരായ്മകളെല്ലാം, 1-ാം മാദത്തിൽ നിന്നുണ്ടായ പോരായ്മകളെല്ലാം 2-ാം മാദം വഴിയായിട്ട് നമ്മൾ മാറ്റി, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് അവൻ്റെ നുഖത്തിന് കീഴിലായിരുന്നു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ വിശുദ്ധീകരിക്കപ്പെടാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം അവൻ്റെ വചനങ്ങളിൽ ആത്മാവും ജീവനുമുണ്ട്. അവൻ്റെ വചനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4:12 പറയുന്നുണ്ട്. അത് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മുടെ മജ്ജയെ, മാംസത്തിനെയും നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും എല്ലാത്തിനെയും രൂപാന്തരപ്പെടുത്തി നമ്മളൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ നമ്മൾ നിർമ്മലമായ ഹൃദയമുള്ളവരായി നമ്മൾ മാറുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ദാഹമാണ്, നമ്മുടെ ആഗ്രഹമാണ്, നമുക്ക് ആ കർത്താവാണ് മാറ്റുന്നത്. അതുകൊണ്ടാണ് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ 25 മുതൽ 27 വരെ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ശുദ്ധജലം നിങ്ങളുടെ ഇടയിൽ ഞാൻ തെളിക്കും, ശുദ്ധജലം തെളിക്കും, നിങ്ങളെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ വേർതിരിക്കും, ഞാൻ നിങ്ങളെ എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ മാറ്റി നിർത്തും. അതെ, ഞാൻ നിങ്ങൾക്ക് മാംസളമായൊരു ഹൃദയം നൽകും, നിങ്ങളുടെ കഠിന ഹൃദയം നിങ്ങളിൽ നിന്നും മാറ്റിക്കളയും, നിങ്ങൾക്ക് ഒരു പുതു ഹൃദയം നൽകും, പുതു ചൈതന്യം നൽകും, നിങ്ങൾ ദൈവകൽപ്പന അനുസരിക്കുന്ന മക്കളായി നിങ്ങൾ മാറും, നിങ്ങൾ വിശുദ്ധരായിത്തീരും. അത് ദൈവം നമ്മിൽ നടത്തുന്ന ഒരു വലിയ പ്രക്രിയയാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നല്ല പ്രവൃത്തികൾ കൊണ്ട് നടക്കുന്ന കാര്യമില്ല. നമുക്ക് ഇത്രയും ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ദാഹിക്കുക, വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ആത്മാർത്ഥമായിട്ട് ദാഹിക്കുക. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, ഒരു നവചൈതന്യം എനിക്ക് നൽകണമേ എന്ന് തമ്പുരാനോട് ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ മറക്കരുത്. നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ദാഹമുള്ളവരായി കാണുമ്പോൾ തീർച്ചയായിട്ടും തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തും. അവിടുത്തെ വചനങ്ങളിലൂടെ, ആത്മാവും ജീവനുമാകുന്ന വചനങ്ങളിലൂടെ നമ്മയൊക്കെ രൂപാന്തരപ്പെടുത്തി അത് നിർമ്മലമായ ഹൃദയമുള്ളവരാക്കി നമ്മെ മാറ്റും. സ്നേഹമുള്ളവരെ, ഇന്ന് നിർമ്മലമായ ശുദ്ധമായ ഹൃദയമുള്ളവരെ കാണുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ആദ്യ കുർബാന സ്വീകരണത്തിന് ഞാൻ പോയിരുന്നു. സഹോദരിയുടെ മകളുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ്. മകനും ഉണ്ട്, മകളും ഉണ്ട്, 2 പേരുടെയും. അതുകൊണ്ട് അവർ കുറച്ച് ആഘോഷമായിട്ടൊക്കെയാണ് നടത്തിയത്. എറണാകുളത്ത് ഒരു ഹോട്ടലിൽ വെച്ച് നടത്തിയത്. അങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ ഒരു സഹോദരി ചോദിക്കുന്നുണ്ട്, അപ്പൻ എന്തെങ്കിലും, ഡാഡിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മക്കളെക്കുറിച്ച്, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മമ്മി കുറേ വാചകമൊക്കെ കുറേ അടിച്ചു, അതെല്ലാം കേട്ടു ഞങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ
ഡാഡിയോട് ചോദിക്കുകയാണ്. ഡാഡി ഒരു നേവൽ ഓഫീസറും കൂടിയാണ്. അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു ഓഫീസറാണ്, എളിമയുള്ള ഓഫീസറാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിന് വല്ലാതെ കീഴടക്കി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ മക്കളിൽ വളരെ അഭിമാനമുണ്ട്. കാരണം എൻ്റെ മക്കൾ ഇത്രയും ദൈവഭയത്തിലും ഹൃദയവിശുദ്ധിയിലുമാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ആദ്യ കുർബാന സ്വീകരണത്തിലെ ചില പരിപാടികൾ നടന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് നമുക്കറിയാമല്ലോ, അതിനു മുമ്പായിട്ട് സിസ്റ്റേഴ്സ് എന്താണ് അവർ നമസ്കാരങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. നമസ്കാരങ്ങളൊക്കെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ സിസ്റ്റർ അവരോട് പറഞ്ഞത് ഇതാണ്, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ അവസാനത്തെ അധ്യായം, 16 അധ്യായം വരേക്കും, അതാണ് അവസാനത്തെ. ഈ അധ്യായം വരേക്കും നിങ്ങളുടെ കൈപ്പടയിൽ നിങ്ങൾ എഴുതി നിങ്ങളത് ആദ്യ കുർബാന സ്വീകരണം നടക്കുന്ന സമയത്ത് സമർപ്പിക്കണം. കാഴ്ചവെപ്പിന് നിങ്ങൾ സമർപ്പിക്കണം, ഓരോ കുട്ടികളും സമർപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ എഴുത്ത് തുടങ്ങിക്കോളാൻ പറഞ്ഞു. പിള്ളേരെ കൊണ്ടും പിടിച്ച് എഴുത്ത് തുടങ്ങി. അപ്പോൾ ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ എഴുതുന്നത്. അങ്ങനെ ഒരു 2 ദിവസമോ 3 ദിവസം എന്തോ ബാക്കിയുള്ളപ്പോൾ നോക്കിയപ്പോൾ ഇനിയും 5-6 അധ്യായങ്ങൾ എഴുതാനുണ്ട്. ഇവർ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അപ്പനും അമ്മയ്ക്കും ഒരു സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു വിഷമം. അവർ പറഞ്ഞു, മക്കളെ എന്നാൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഡാഡിയാണ് അതിൻ്റെ മുൻപന്തിയിൽ നിന്നത്, ഡാഡിക്ക് അറിയാം അതിൻ്റെ സൂത്രം. ഡാഡി പറഞ്ഞു, നിങ്ങൾ എഴുതിയതുപോലെ കമ്പ്യൂട്ടറിൽ നിന്ന് കൊണ്ടുവരാനുള്ള ഒരു ആപ്ലിക്കേഷനുണ്ട്, അതേപോലെ അത് ഞാൻ ഫീഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എഴുതിയ പോലെ അത് വരും. ഇനിയുള്ള 4-5 അധ്യായം നിങ്ങൾ എഴുതേണ്ട, ഇത്രയും എഴുതിയതല്ലേ, ഇനി 2 ദിവസമല്ലേ ഉള്ളൂ, നിങ്ങളിനി കഷ്ടപ്പെടേണ്ട, ഇനി അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചത് ഇത് കേൾക്കുമ്പോൾ തന്നെ മക്കൾ തുള്ളിച്ചാടുമെന്നാണ്. അപ്പോൾ അത് വിചാരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഇത് കേട്ട വശം തന്നെ അവർ രണ്ടുപേരും 1 മിനിറ്റ് ആലോചിച്ചിട്ട് അവർ പറഞ്ഞു, വേണ്ട പപ്പ, ഇത് നമുക്ക് പറ്റിയതല്ല, ഇത് നമ്മൾ ചെയ്യേണ്ട. കാരണം ഇത് ഈശോയ്ക്ക് കാഴ്ചവെപ്പിനായിട്ട് കൊടുക്കുന്നതാണ്. കാഴ്ചവെപ്പിന് കൊടുക്കുന്നതെല്ലാം വിശുദ്ധമായിരിക്കണം. അപ്പം ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൈ വരയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈറ്റിക്കസം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, കായൻ്റെ ബലി ശുദ്ധമായിരുന്നില്ല, അതുകൊണ്ട് ആ ബലി ദൈവം നിരസിച്ചു എന്ന്. അതുകൊണ്ട് വേണ്ട പപ്പ, അങ്ങനെ ചെയ്യണ്ട. അത് മാത്രമല്ല, ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലോ, ദൈവം അറിയാതിരിക്കില്ലല്ലോ. നമ്മൾ ചെയ്ത ഈ സൂത്രം ദൈവം അറിയുന്നുണ്ടാവും. അതുകൊണ്ട് പപ്പ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പിന്നെയും രാത്രിയും പകലുമൊക്കെ ഇരുന്ന് അത് എഴുതി അവർ പൂർത്തിയാക്കി അവർ കാഴ്ചവെപ്പിന് അവർ സമർപ്പിച്ചു. സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ മക്കളിൽ വലിയ അഭിമാനം തോന്നി. ശുദ്ധമായ ഹൃദയം, വിശുദ്ധമായ ഹൃദയം, ദൈവഭയത്തിൽ നിന്ന് ഉളവായ വിശുദ്ധമായ ഹൃദയം അദ്ദേഹം കണ്ടു അവരിൽ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്ന് ആവശ്യം അങ്ങനെയുള്ള മക്കളെയാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരായിരിക്കും? ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന ഉത്തരം ഇതാണ്. ഒരു ശിശുവിനെ നടുവിൽ നിർത്തിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവൻ, ഈ ശിശുവിനെ പോലെ മാനസാന്തരപ്പെടുന്നവൻ, അങ്ങനെ മാനസാന്തരപ്പെട്ട് ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ സാധിക്കുക. അതുകൊണ്ട് ശിശുക്കളുടെ ആ നിർമ്മലത, ആ നിഷ്കളങ്ക ഹൃദയം നമ്മൾക്കും വേണമെന്ന് കർത്താവ് ഇവിടെ പ്രതിപാദിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മിൽ ഇത് പോരായ്മയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നമ്മുടേതായ ചില വഴികളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ അത്തിവൃക്ഷത്തിൻ്റെ ഉപമ അവസാന സമയം ഈശോ പറയുന്നത്. ഈശോയുടെ അവസാന സമയങ്ങൾ അടുക്കുമ്പോഴാണ് അത്തിവൃക്ഷം, അത്തിയാണല്ലോ അന്നും പ്രശ്നമുണ്ടാക്കിയത്, അത്തിപ്പഴം. ഇത് ഈശോ അവസാനമായിട്ട് ആ അത്തിവൃക്ഷത്തെ ശപിക്കുകയാണ്.
അത് ശപിക്കാൻ കാരണം ഇതാണ്, അതിൻ്റെ കാപട്യം നിറഞ്ഞ അതിൻ്റെ നിൽപ്പാണ് ആ മരത്തിൻ്റെ. കാരണം തളിരിട്ട് നിൽക്കുന്നു, ഇലകളെല്ലാം വലുതായി നിൽക്കുന്നു, അതിൽ ഫലമുണ്ടെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണ് കർത്താവും അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. കർത്താവിനും വിശന്നു, കർത്താവും ശിഷ്യന്മാർ അതിൻ്റെ അടുത്തേക്ക് ചെന്നു, ഫലമുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു അത്തിപ്പഴവും അതിനെ കണ്ടില്ല, ഇലകൾ മാത്രം ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ കാണിക്കാനുള്ള വേഷഭൂഷാദികൾ, മറ്റുള്ളവരെ കാണിക്കാനുള്ള ഭക്താനുഷ്ഠാനങ്ങൾ, ഇതൊന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയം എങ്ങനെയാണ്, എത്ര വിശുദ്ധമാണ്, അതാണ് കർത്താവ് നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് കർത്താവിന് കാണേണ്ടത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു വ്യക്തമാക്കുന്നത്, സ്നേഹമുള്ളവർ, നിങ്ങളുടെ ഹൃദയങ്ങളാണ് ശുദ്ധീകരിക്കേണ്ടത്. ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഹൃദയത്തിൽ നിന്നാണ് നല്ല കാര്യങ്ങളൊക്കെ ഉത്ഭവിക്കുന്നത്, ഹൃദയത്തിൽ നിന്നാണ് മോശമായ കാര്യങ്ങളും ഉത്ഭവിക്കുന്നത്. പരസംഗം, വ്യഭിചാരം, ദൂഷണം, കൊലപാതകം, എല്ലാ അസത്യങ്ങളും വഞ്ചനകളും എല്ലാം പുറപ്പെടുന്നത് ദുഷിച്ച ഹൃദയത്തിൽ നിന്നാണ്. എന്നാൽ നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല കാര്യങ്ങളും പുറപ്പെടുന്നു. അതെ, നല്ല ഉറവയിൽ നിന്ന് മധുരമായ ജലം പുറപ്പെടുന്നു, മോശമായ ഉറവയിൽ നിന്ന് കയ്പുള്ള ജലവും പുറപ്പെടുന്നു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അതെ, നിങ്ങളുടെ ഹൃദയങ്ങളെ, ഉള്ളിനെ നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ. ഉള്ള ശുദ്ധമായിരുന്നാൽ ദൈവം അവിടെ വസിക്കും, ദൈവം അവിടെ ഉണ്ടാകും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കതുകൊണ്ട് നിർമ്മലമായ ഹൃദയമുള്ളവരായി നമ്മൾ മാറുവാനായിട്ട് സാധിക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മനോഹരമായൊരു കാര്യമുണ്ട്. 2 മക്ബായരിൽ 6-ാം അധ്യായത്തിൽ 18 മുതലുള്ള ഒരു തിരുവചനങ്ങൾ നമ്മൾ വായിക്കേണ്ടത് ഒരു വ്യക്തിയെ പറ്റി, എലയാസർ എന്ന് പറഞ്ഞ വ്യക്തിയെപ്പറ്റി. വളരെ മനോഹരമാണത്. അദ്ദേഹത്തിന് ഒരു നിയമജ്ഞനാണ്, ഒരു പണ്ഡിതനാണ്. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹം വയസ്സ് ചെന്നു, അദ്ദേഹം 85-90 വയസ്സായി. ആ സമയത്ത് അന്ത്യോക്കസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്, എല്ലാ യഹൂദന്മാരും അവരുടെ ഭക്തിയെല്ലാം ഉപേക്ഷിക്കണം, അവർ ബലിയർപ്പിച്ച വിഗ്രഹത്തിന് ബലിയർപ്പിച്ച പന്നിമാംസമൊക്കെ എല്ലാവരും ഭക്ഷിക്കണം, അങ്ങനെ യഹൂദ ആചാരത്തിൽ നടക്കാൻ പാടില്ല എന്നൊക്കെ. എന്നിട്ട് ഇവിടെയും വന്നു ഇവിടെ വന്നിട്ട് ഈ എലയാസറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ പന്നിമാംസം ഭക്ഷിക്കാൻ. അദ്ദേഹത്തിൻ്റെ വായ അവർ തുറന്നു വെച്ചുകൊണ്ട് ഇട്ടുകൊടുത്തു. പക്ഷേ അദ്ദേഹം അത് തുപ്പിക്കളഞ്ഞു. എല്ലാ സർവ്വശക്തിയോടും കൂടെ അദ്ദേഹം തുപ്പിക്കളഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നിയമത്തിനെതിരെ ഞാൻ ഒന്നും ചെയ്യുകയില്ല, അദ്ദേഹം പറഞ്ഞു. കാരണം എൻ്റെ നരച്ച മുടി, എൻ്റെ വാർദ്ധക്യത്തിൻ്റെ മഹത്വം, ഞാൻ ഇന്നുവരെ പഠിച്ച നിയമങ്ങൾ, ഇതെല്ലാം എനിക്ക് മുമ്പിൽ നിൽക്കുന്നു, ഞാൻ അഭിനയം ചെയ്യാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും മറ്റൊരു രീതിയിലേക്ക് അവർ കടന്നു വന്നു. കാരണം എല്ലാവർക്കും ഇദ്ദേഹത്തിനോട് വലിയ ബഹുമാനമാണ്. എന്നിട്ട് പറഞ്ഞു, ഒരു പണി ചെയ്യാം, നിങ്ങൾ പന്നി മാംസം ഭക്ഷിക്കേണ്ട, അതാണല്ലോ മോശമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് അനുവദനീയമായിട്ടുള്ളത് ആ മാംസം നിങ്ങൾ ഭക്ഷിച്ചോളൂ. അപ്പോൾ ആ മാംസം കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു പറയുക, അത് പന്നി മാംസമാണ് ഭക്ഷിച്ചതെന്ന് പറയുക. കാരണം രാജാവ് ഇല്ലെങ്കിൽ മറ്റുള്ളവർ ക്രൂധരാകും, അതുകൊണ്ട് നിങ്ങളെ മരണശിക്ഷ ഏൽപ്പിക്കും. അത് നിങ്ങൾക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കഴിക്കുന്നത് അതേ പന്നി മാംസമല്ല, മറ്റൊരു മൃഗത്തിൻ്റെ മാംസമാണ്, അതും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പറയുന്നത് പന്നി മാംസമാണ്, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു പന്നിമാംസം ഭക്ഷിക്കേണ്ട, മറ്റൊരു ആഹാരം ഭക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്ക് യോജിച്ചതല്ല ഈ അഭിനയം. എന്നെ കണ്ടിട്ട് ഒരുപാട് യുവാക്കൾ പറയും അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് നാളെ പറയുവാനിടയാക്കും. അതുകൊണ്ട് ഞാൻ ഈ അഭിനയത്തിന് നിന്നു കൊടുക്കുകയില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നിയമത്തിന് മാത്രമേ നിന്നു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ നാടകം എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണം വരിക്കാനായിട്ട് തയ്യാറായി അദ്ദേഹം പോവുകയാണ്.
എന്നിട്ട് അദ്ദേഹം ആ യന്ത്രത്തിൻ്റെ പീഡന യന്ത്രത്തിൻ്റെ മുമ്പിൽ ഞെരങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതീവ വേദന എനിക്കുണ്ട്, എങ്കിലും ഈ വേദനയെ എല്ലാം എൻ്റെ ദൈവം കാണുന്നുണ്ട്. ഞാൻ സത്യമായ കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഞാൻ മരിച്ചു കൊള്ളട്ടെ, ഞാൻ പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണം വരിച്ചു. ധീരമായ രക്തസാക്ഷിത്വം. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ അതെ ഒരു അഭിനയത്തിനുള്ള ഒരു സാധ്യത അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം നേരെ സത്യമായ കാര്യം, ഹൃദയത്തിലെ പരിശുദ്ധിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക എലയാസറിൽ. തീർച്ചയായിട്ടും നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമ്മെ കോൾമയർക്കൊള്ളിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അതുപോലെയുള്ള വാക്കുകളാണ്, വളരെ മനോഹരമായ വാക്കുകളാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈശോ പറയുന്നത് നമ്മൾ എപ്പോഴും ഹൃദയവിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം എന്നാണ് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അങ്ങനെ ഹൃദയവിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട്, ദൈവമായിട്ടൊരു അനുഭവം, നമുക്ക് നല്ലൊരു അനുഭവങ്ങൾ കിട്ടുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 5-ാം വാക്യം നാം പറയുന്നുണ്ട്. ജോബ് പറയുന്നത് ഇപ്രകാരമാണ്: അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. എപ്പോഴാണ് കാണുന്നത്? ജോബ് ആദ്യം എല്ലാം ഒരുപാട് ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ട്. തൻ്റെ ഭാഗം ശരിയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജോബ് ഇങ്ങനെ പറഞ്ഞ് സ്നേഹിതന്മാരുമായിട്ടും മറ്റുള്ളവരായിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. അങ്ങനെ അവസാനം ഇതെല്ലാം നിർത്തിയിട്ട് അവസാനം എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച്, ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് സമർപ്പിച്ച് ശാന്തമായി നിശബ്ദമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നിശബ്ദമായിട്ടിരിക്കുമ്പോഴാണ് ദൈവത്തെ കാണുന്നത്, ദൈവം സംസാരിക്കുന്നത്. അങ്ങനെ കണ്ടപ്പോഴാണ് ജോബ് പറഞ്ഞത്, ഇതുവരെ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു എന്ന്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നിർമ്മലമായ ഒരു ഹൃദയം ഉള്ളവരായി ഇരിക്കുവാൻ നമുക്ക് തമ്പുരാനോട് നമുക്ക് കൃപയാചിക്കാം. നിർമ്മലമായ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരും. ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരിക നമ്മെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, കൂടുതൽ വിശുദ്ധരാക്കാനാണ്. അങ്ങനെ കൂടുതൽ വിശുദ്ധരാക്കി നിത്യജീവനാർഹരായി നമ്മളൊക്കെ മാറുന്നു. സ്നേഹമുള്ളവരെ, അതിനാൽ നമുക്ക് ഈശോയോട് നമുക്കെന്നും സ്നേഹത്തോടെ നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ, ദാവീദ് പറഞ്ഞതുപോലെ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, ഒരു നവചൈതന്യം എനിക്ക് നൽകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.